ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ബെൻഡോ കേക്കിൻ്റെ ഒരു റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മേക്കിംഗ് വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ബെൻഡോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യാൻ കാരണം ഈ കേക്ക് സക്സസ് ആയി എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബെൻഡോ കേക്ക് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഈ ചെറിയ കേക്ക് സത്യത്തിൽ ക്രം കോട്ട് ചെയ്തെടുക്കാനും ഡിസൈൻ ചെയ്യാനൊക്കെ വലിയ പാടാണ്. ഞാൻ ആദ്യം ഉദ്ദേശിച്ച ഡിസൈൻ വേറെയൊക്കെ ആയിരുന്നു. പിന്നെ അവസാനം ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തു. വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവസാനം ആ ഒരു എഫേർട്ടിന് റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വീഡിയോയിൽ എനിക്ക് കുറച്ച് പറയണമെന്ന് തോന്നിയത്, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റൂടോ, നമ്മൾ ചെയ്യണം, നമ്മളങ്ങ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് സക്സസ് ആവും. ആദ്യം ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുക, ഇതെന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു വിശ്വാസം. നമുക്കത് ചിലപ്പോൾ ആദ്യം ഫ്ലോപ്പ് ആവും. അയ്യോ ഇന്ന് പറ്റിയില്ല, എന്നാൽ പിന്നെ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നാരും ചിന്തിക്കരുത്. ആദ്യം ഫ്ലോപ്പ് ആയിക്കോട്ടെ. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഒരു മീൻകറി വെച്ച കഥ പറയാതിരിക്കണതാ ഭേദം. ഫസ്റ്റ് ടൈം ഞാൻ മീൻകറി വെച്ചപ്പോൾ അതിൽ മീൻ കാണാനുണ്ടായില്ല ഗൈസ്. കാര്യം മീനെല്ലാം കലങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയപ്പോഴും എരിവ് കാരണം തിന്നാൻ പറ്റിയില്ല. പിന്നെ പിറ്റേന്ന് വേറെ നെയ്ച്ചോറുണ്ടാക്കി അതിലേക്ക് തട്ടേണ്ട വന്നു. അതാർന്ന അവസ്ഥ. അപ്പോൾ അതാണ്, നമ്മളെ ഫ്ലോപ്പിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഓക്കെ ആവുന്നത്. ചിലവർ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ ഓക്കെ ആവുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഫസ്റ്റ് ടൈമിൽ ഫ്ലോപ്പ് ആയെങ്കിലും പിന്നീട് ഞാൻ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയില്ലേ. അപ്പോൾ നമ്മൾ വീഴ്ചയെന്നാണ് ഉയർച്ച ഉണ്ടാവാമെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നാട്ടുകാർ തെണ്ടികൾ പലതും പറയും, നമ്മളതൊന്നും കേൾക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്യാം. പിന്നെ നമ്മളൊരു കാര്യം മുന്നിട്ടിറങ്ങുമ്പോൾ ആൾക്കാരങ്ങനെ പല കുറ്റങ്ങളൊക്കെ പറയും. കാര്യം നമ്മൾ കേൾക്കാതെയൊക്കെ പലതും പറയും. നമ്മളപ്പോൾ അത് കേട്ടില്ല എന്ന് വെക്കാം. നമ്മളത് കേൾക്കാതെ, നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മുടെ എന്താണോ കാര്യം നമുക്കുള്ളത് അതിന് മാത്രം ഫോക്കസ് ചെയ്ത് അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും സക്സസ് കിട്ടും. അപ്പോൾ ഞാൻ വലിയ സക്സസ് ആയ ആളാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു കഴിവും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കിപ്പോൾ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ വീഡിയോസ് കണ്ട ആദ്യം ഞാൻ വേറൊരു ഡിസൈനെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതൊന്നും ശരിയായില്ലടോ. ഈ ക്രീം ലൂസായിട്ട് ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനം സക്സസ് ആയി. പിന്നെ പറയാനുള്ളത്, എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ്, ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യുക, ഒന്ന് ഷെയറൊക്കെ ചെയ്യുക. നിങ്ങളൊന്ന് കമൻറ്റൊക്കെ അറിയിക്കുക. എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പറയാം, സജഷൻ ഉണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണോടോ. നിങ്ങൾ പറഞ്ഞാലല്ലേ ഞാൻ അറിയുള്ളൂ. ഇതൊന്നും പറയാതിരുന്നാൽ ഞാൻ അറിയോ ഇല്ല. അപ്പോൾ വീഡിയോസ് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും വേറെ വീഡിയോസൊക്കെ ഉണ്ട്. നമുക്കൊന്നാമത് അപ്ലോഡ് ചെയ്യാനുള്ള സമയമില്ല. എനിക്കൊരു കുഞ്ഞുണ്ട്. അപ്പോൾ അത് കാരണം വലിയ പാടാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഞാനിങ്ങനെ എന്തൊക്കെയോ കാണിച്ചാണ് വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവറിൽ കേക്ക്സോ അല്ലെങ്കിൽ ഡെസേർട്ട്സോ അങ്ങനെ എന്തെങ്കിലും റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും സംഭവം ഉണ്ടാക്കും. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് ഞാനെടുത്ത് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും റെസിപ്പിയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കുറേ അപ്പോൾ ആയല്ലേ, അന്ന് ഇനി അപ്പോൾ ഇല്ല. അപ്പോൾ പോവാണ്, വീണ്ടും വരാം. ഓക്കെ, ബൈ.